ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. പതിവ് പോലെ ഡോറുമായിട്ട് എൻ്റെ മൽപ്പിടുത്തം. എന്നെക്കൊണ്ട് ആവില്ല കേട്ടോ ഈ ഡോർ എപ്പോഴും തുറക്കാനായിട്ട്. മേലത്തെ കുറ്റിക്ക് ഇച്ചിരി ടൈറ്റാണ് കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് പറിച്ച് തുറക്കും. അങ്ങനെ തുറന്നതേ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പതിവിലും നേരത്തെ എണീറ്റൊരു ദിവസമാണ്. കാരണം ഇത് ഒരു സാധാരണ ദിവസമല്ല, ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ആ സന്തോഷത്തിലാണ് ഈ ചാടിത്തുള്ളിയൊക്കെ ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മധുരം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു മധുരത്തിനനുസരിച്ച് കേട്ടോ. പക്ഷെ ഓവർ ആക്കണ്ട. നമ്മളിത് പാല് തിളപ്പിക്കുന്നതോട് കൂടിയിട്ട് പഞ്ചസാര ചേർത്താൽ മതിയായിരിക്കും. ഞാനൊരു 4-5 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കസ്റ്റേർഡ് എടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ ഈ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ പോവുകയാണോ എന്ന്. കസ്റ്റേർഡ് അല്ല കേട്ടോ, ഞാനൊരു പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡറും ചേർത്ത് കട്ടയില്ലാതെ ഇതേ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് കട്ടയൊന്നും ആക്കുന്നില്ല, പുഡിങ്ങിൻ്റെ ടെക്സ്ചർ മാറിപ്പം ദേ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ ഒഴുകി പോകുന്ന എന്നാൽ ഒരു ചെറിയതായിട്ടൊന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ആ ഒരു ഇതാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കണം, എന്നിട്ട് വേണം നമുക്ക് തയ്യാറാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റ വശം തന്നെ ഇത് ചെയ്യുന്നത് കേട്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കണു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6:45 7 മണി സമയമാണ്. എല്ലാവരും ഉണർന്ന് വരുന്നതൊക്കെ ഉള്ളൂ. ഇന്ന് എനിക്ക് നല്ല പണിയുള്ള ദിവസമാണ്. നമുക്കിന്ന് വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കണം. നല്ല രാവിലെ എണീറ്റ് എനിക്ക് ചെടികളെ കാണണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടെങ്കിലും വരും. അപ്പോൾ നമുക്കൊന്ന് മേലെ പോയി നോക്കിയിട്ട് വരാം അല്ലേ. അപ്പം ഞാനിങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ മഴ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. പെയ്യല്ല, ഇങ്ങനെ ചാറ്റൽ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കേട്ടോ. അപ്പോൾ ഇനി ചെടി നനയ്ക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു എന്ന് കരുതി മഴ പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാർമേഘം പോലെ ഇങ്ങനെ ഇരുണ്ടിച്ച് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ അതേ ഒരു തുള്ളി തുള്ളി പോലെ ഇവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതേ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കയറിയതല്ലേ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ, ചെടികളൊക്കെ എന്ത് പറയണോ എന്നുള്ളത്. വാ, നിങ്ങളെ പോലെ നമുക്ക് ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൽ വീണ്ടും പൂക്കൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ട, നിറയെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നിറയെ പൂത്തിങ്ങനെ റെഡ് കളറിൽ നിൽക്കും. മഴ പെയ്യാനാണെന്ന് തോന്നുന്നു. സൂര്യൻ്റെ ഒരു മറയ്ക്കപ്പുറം നിൽക്കുന്നുണ്ട് മേഘങ്ങൾക്കിടയിൽ, പുറത്തോട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഏതോ ഒരു വ്ളോഗിൽ നമ്മുടെ ബൊഗൻവില്ല മുട്ടിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയേ, നിറയെ പൂക്കൾ വന്നു കേട്ടോ. പെട്ടെന്നാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിറയെ പൂക്കൾ വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഒരു ലാവൻഡർ കളർ, വയലറ്റ് പോലെയൊക്കെയുള്ള ഒരു കളറാണ് കേട്ടോ. അത് പിങ്ക് ഒന്നല്ല. എന്നും രാവിലെ ഈ ചെടികളെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. എന്നെ കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇളം വെയിൽ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. ഞാൻ ചെടികളൊക്കെ നനയ്ക്കാണ് കേട്ടോ. ചെറിയ നനവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചട്ടിയിൽ. പക്ഷേ നമ്മളൊരു ഉച്ചയോടുകൂടി പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണെല്ലാം ഡ്രൈ ആയിരിക്കുന്നത് കാണാം. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് നനയ്ക്കാണ്ടിരിക്കാറില്ല. എപ്പോഴും ഞാൻ സമ്മർ ആകുമ്പോൾ പ്രത്യേകം 2 നേരം നനയ്ക്കാറുണ്ട്. ഇവിടെ അത്രയും വെയിലാണ്, ഹ്യൂമിഡിറ്റി കുറവായ കാരണം കൊണ്ട് വെയിലിന് വല്ലാത്ത ചൂടുമാണ് കേട്ടോ. അതുകൊണ്ട് മനുഷ്യരെ പോലെ തന്നെ ചെടികളും വറ്റി വരണ്ട് ഉണങ്ങിയൊക്കെ നിൽക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് 2 നേരം മസ്റ്റായിട്ടും വെള്ളം ഒഴിക്കും. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റേർഡൊക്കെ തണുപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ നിരത്തി കൊടുക്കുക. എനിക്കിങ്ങനെ ഒരു 6 പീസോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കസ്റ്റേർഡ് തണുപ്പിച്ചത്, അതായത് തണുത്തതിന് ശേഷം നമ്മളതിന് മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ഫില്ല് ചെയ്യാനായിട്ടും ഒരേപോലെ ഇങ്ങനെ നികത്തി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ടെടുക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തലേ ദിവസം തന്നെ ഇതുപോലെ പാതി സെറ്റ് ചെയ്തിട്ട് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നേരത്തെ ഇതുപോലെ എണീക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഞാൻ ഇനി അടുത്തത് നമ്മുടെ കുക്കിംഗ് പാർട്ടിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യണത് പ്രമാണിച്ച് തനുകുട്ടിയാണ് ഇന്ന് എനിക്ക് പാത്രങ്ങളെല്ലാം കഴുകി തരുന്നത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും വീട് നിറയെ പാത്രങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങൾ കാണും. അപ്പോൾ ഞാനൊരു സ്പൂൺ മാറ്റി വെച്ചാൽ പോലും അത് അവൾ അപ്പം തന്നെ എനിക്ക് കഴുകി അവിടെ വെച്ച് തരും. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫാനിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചൂടുകാലം ആയ കാരണം കൊണ്ട് പെട്ടെന്നെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ദേ ഇവിടെ നമ്മുടെ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ മുന്തിരിയും സവാളയൊക്കെ വറുത്തെടുക്കുകയാണ്. നേരത്തെ തന്നെ വെള്ളത്തിൽ ഞാൻ കൈമ റൈസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. മിനിമം ഒരു 20-25 മിനിറ്റ് വെക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല പൗഡർ, അതുപോലെ 1 സ്പൂൺ തൈര്. അത് എന്തായാലും ചേർക്കണം, പുളിയില്ലാത്തതായിരിക്കണം കേട്ടോ. പിന്നെ വിനീഗർ വേണമെങ്കിൽ പുളിപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ നീരും ചേർക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി റൈസ് ഞാൻ സെപ്പറേറ്റാണ് വേവിക്കുന്നത്. എല്ലാ സ്പൈസസും ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പുതിനേൻ്റെ ഇല, കുറച്ച് പച്ചമുളക് 2-3 എണ്ണം കീറിയിട്ടിട്ടുണ്ടായിരുന്നു, ഒരു വലിയ വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പും ഒരു 2 സ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിച്ചത്. എന്നിട്ട് ഞാൻ അരി അതിലേക്ക് ആഡ് ചെയ്തു. ഒരു 90% ഞാൻ കുക്ക് ചെയ്തിട്ട് എടുക്കും. സത്യം പറഞ്ഞാൽ ഈ ചിക്കൻ നമ്മൾ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു 20 മിനിറ്റോളം ആണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ദേ ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ പോലെ, ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, 2 ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടുന്ന പോലെ നമുക്ക് വറുത്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അതേ എണ്ണ തന്നെ എടുക്കണം, എന്നാലാണ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു 10-12ഓളം ചെറിയുള്ളി, ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഒരു 5-6 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം, അരയ്ക്കരുത്. എന്നിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുമ്പോഴത്തേക്കും ഒരു 2-3 വലിയ സവാള ഇതുപോലെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു പാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3/4 ഭാഗത്തോളം കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. നേരത്തെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാൻ. എന്നിട്ട് 2 കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മേലെ ഭാഗത്ത് ഇത് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 മണിക്കൂറോളം നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബിരിയാണിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആയപ്പോൾ സമയത്ത് ഞാനതിലേക്ക് 2 വലിയ തക്കാളിയും 1 കൈപ്പിടി മല്ലിയിലും 1 കൈപ്പിടി പുതിനേൻ്റെ ഇലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ആയാലും മതി, 2-2.5 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, പിന്നെ എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ മസാല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ആ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 2 മിനിറ്റോളം വഴറ്റിയാൽ മതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓവർ ഫ്രൈ ചെയ്യരുത് കേട്ടോ, ജ്യൂസി ആയിരിക്കില്ല ചിക്കൻ. എന്നിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി 1 കപ്പോളം നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ബിരിയാണി അല്ലാണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് കറിയായിട്ട് യൂസ് ചെയ്യാം. കുറച്ചും കൂടി അധികം ഗ്രേവി ഉണ്ടാക്കിയാൽ മതി, ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത, അതായത് ബിസ്തയിലത്തെ, അതായത് ഒണിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് നമുക്കൊരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 4 സവാള എങ്ങാണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്കും, കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് വറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് പാതി ചിക്കൻ എടുത്ത് മാറ്റി, പാതിയിലധികം എടുത്ത് മാറ്റി താഴെ കുറച്ച് ഒരു ലെയർ പോലെ വെച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ച അരി അതിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ്, പിന്നെ റോസ് വാട്ടർ, പൈനാപ്പിൾ എസൻസ്, മല്ലി
മല്ലിയില, പുതിനയില, പിന്നെ ഈ ഒണിയൻ വറുത്തതും ഒക്കെ കൂടിയിട്ടാണ് ലെയർ ചെയ്തിട്ട് എടുത്തത്. പിന്നെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും 1-2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ലെയറിൽ ഞാൻ കാഷ്യൂനട്ടും പിന്നെ നമ്മുടെ മുന്തിരി വറുത്തതും പിന്നെ ഇച്ചിരി ചെറി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3 ലെയറായിട്ടാണ് ഞാൻ ചിക്കൻ റൈസ് അങ്ങനെ ആ രീതിക്ക് സെറ്റ് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം ഞാൻ ഇതിനെ ദം ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ദം ചെയ്തിട്ട് എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ ബിരിയാണി തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ ബിരിയാണി പരിപാടി കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പാണ് കേട്ടോ. അവരൊരു 12 മണി 12:30 ആകുമ്പോൾ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുഡിങ് ഉണ്ടായിരുന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അത് ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം. പുഡിങ് സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. മേലഭാഗം ഇച്ചിരി ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ പുറത്തേക്ക് നട്ട്സ് ഇങ്ങനെ വെതറി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട് ഇല്ലേ, അതും പിന്നെ നമ്മുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇങ്ങനെ ഇടാം. ഞാനിതിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അടുത്തേക്ക് കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് നട്ട്സ് വെതറിയിട്ടിരിക്കുന്നത്. ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ഒന്നല്ല, നമുക്കിങ്ങനെ കോരി കോരി കഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ പുഡിങ്ങിനെ ഫ്രിഡ്ജിലേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് ഇവരേതോ സീരിയസ് ആയിട്ട് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അവിടെ തന്നെ വന്നിരുന്നു. ഇവരെപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ, ഫോൺ ചെയ്ത് നോക്കണമെന്ന് ശരത്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു. കാരണം പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിക്കുമോൻ ഇങ്ങനെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കഴിച്ചോളാൻ പറഞ്ഞു. കാരണം അവരെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് അവർ ലേറ്റ് ആവുമെന്ന് ഓൾറെഡി പറഞ്ഞു കേട്ടോ. പിക്കുമോനെ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാൻ പോകാനുണ്ട്. അവൻ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പിക്കുവിന് കൊടുത്തു നോക്കാം. പിക്കു പറയട്ടെ എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ ബിരിയാണി എടുത്തു, മുഴുവനായിട്ട് മിക്സ് ചെയ്തില്ല കേട്ടോ. അവന് മാത്രം ഇച്ചിരി എടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുത്തിട്ട് അവന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാം. സർലാസ് വേണ്ടേ പിക്കുനെ? സർലാസ് വേണ്ടേ? മുട്ട വേണ്ടേ? ഇത് വേണം? ചില്ലി വേണോ? ഒന്നാ പിക്ക് പറഞ്ഞ വീക്ക് എങ്ങനെയുണ്ട്? നല്ല രസാ. ഉണ്ടാ? എല്ലാം കറക്റ്റാ? എല്ലാം പാകത്തിനായിട്ടുണ്ടാ? ആണോ? എല്ലാം പാകത്തിനായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അവന് വിശന്നിരിക്കാൻ ക്ഷമയില്ലാത്ത കാരണം കൂടെ അവൻ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനും സ്പേസ് കാണത്തില്ല. നമ്മുടെ ചെറിയൊരു ടേബിളാണ് കേട്ടോ ഡൈനിങ് ഏരിയ. അപ്പോൾ അവൻ കഴിക്കട്ടെ. നനുകുട്ടിയോടും കഴിച്ചോളാൻ പറഞ്ഞതാ, പക്ഷെ അവൾ കഴിക്കാഞ്ഞിട്ടാണ് കേട്ടോ. അവൾക്ക് നേഹ ചേച്ചിയുടെ കൂടെ ഇരുന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയട്ടെ. അവൾക്ക് അവരുടെ കൂടെ ഇരിക്കാൻ ആ കുയ് എന്നുള്ള വിളി കേട്ടില്ലേ, അത് നമ്മുടെ നേഹയായിരുന്നു. അപ്പോൾ അവർ ദേ എത്തിയിട്ടുണ്ട്. കറക്റ്റ് പിക്കു കഴിക്കാൻ ഇരിക്കുന്ന നേരമായപ്പോൾ അവർ വന്നു. എന്നാലും പിന്നെ അവൻ കുഞ്ഞല്ലേ, അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ലേറ്റായി പോയി. നേഹ ഒരു ജിമ്മിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ ജിം ട്രെയിനറും ഒക്കെയാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ലേറ്റായി പോയതാണ് കേട്ടോ. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ പോയി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുക്കാനായിട്ട് എടുക്കാൻ പോയി. നല്ല ഡിഫറൻസ് ഉണ്ട്. ചേട്ടനറിയോ? എന്റെ അമ്മ ഫാനാട്ടോ. ഇന്ന് രാവിലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബിലാണ് അവിടെ എല്ലാരും കാണുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മെയില് പ്ലാന്റ്സ് ഉണ്ടെന്നും എല്ലാം നല്ലോണം അതൊക്കെ പിള്ളേര് എല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു ശരത്തല്ലേ നമ്മള് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടപ്പോ ശരത്തേനെ കാണാറുണ്ട് വീഡിയോസ്, പക്ഷെ അത്ര പോസ് ചെയ്യാൻ അത്ര വരത്തില്ല.
അപ്പം നിങ്ങൾ കണ്ടില്ലേ, അതാണ് നിശാന്ത് ഏട്ടൻ കേട്ടോ, നേഹയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ശരത്തേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ രണ്ടുപേരും. എനിക്കും ഇവരെ പരിചയം ശരത്തേട്ടൻ വഴിയാണ് കേട്ടോ. അവളെല്ലാ ജോലിയും ചെയ്യും, രണ്ടുപേരും ചെയ്യും, രണ്ടുപേരും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു, ജ്യൂസെല്ലാം കുടിച്ച്. അവർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം മതി എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യം വിശേഷങ്ങൾ കുറച്ച് പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരും ബാംഗ്ലൂർ തന്നെയാണ് താമസം, നമ്മുടെ അടുത്തൊന്നല്ല, കുറച്ച് ദൂരെയാണ്. പിന്നെ സ്ഥലം ഇതൊന്നും ഞാൻ പ്രോപ്പറായിട്ടുള്ളതൊന്നും പറയുന്നില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ശരത്തേട്ടൻ വഴിയാണ് എനിക്ക് ഇവരെ പരിചയമെങ്കിലും ഇവരും ഇപ്പോൾ എൻ്റെ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നല്ല കൂട്ടുകാർ ഇവിടെ നമുക്ക് ബാംഗ്ലൂരുണ്ട്. ഇവരൊക്കെ തന്നെ നമുക്ക് ബാംഗ്ലൂരുള്ളൂ കേട്ടോ. അപ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എല്ലാവരും തമ്മിൽ. ഇതിപ്പം 3 ആഴ്ച ആയിട്ടുള്ളൂ. ഇത് ഒരു നേഹ ശരീരത്തിൽ ഒരുപാട് സ്ഥലത്ത് ടാറ്റു ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ എനിക്കൊന്ന് ടാറ്റു ചെയ്യണം. പക്ഷെ പേടിയുണ്ട്, ശരത്തേട്ടനാണ് എന്നെ കഴിഞ്ഞും പേടി, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അവർ വീടിൻ്റെ അടുത്തൊരു നല്ല ടാറ്റു ചെയ്യുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് പോയി ചെയ്യാമെന്ന് കേട്ടോ. അവൾ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. നമ്മുടെ ചാനലിനെ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മടി പറയുമ്പോഴത്തേക്കും അവൾ പറയും ഒരിക്കലും ചാനൽ നിർത്തരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കേട്ടോ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. നല്ല ഫ്ലേവർ, കൂടുതൽ എനിക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമല്ല, ഇവിടെ കുറച്ച് സ്പൈസി ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പുഡിംഗ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഈവൻ അത് പൊട്ടയാണെങ്കിലും കൂടി നമുക്ക് അങ്ങനെ ഒരു നല്ല വാക്ക് ഒരാളുടെ നാവിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് കേട്ടോ. എന്നോട് ചോദിക്കാറില്ലേ ബാംഗ്ലൂരാണോ നാടാണോ ഇഷ്ടം എന്നുള്ളത്. ഞാൻ ബാംഗ്ലൂർ എന്ന് എടുത്തു പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഇവിടെയുള്ള എല്ലാവരും, അതിപ്പോൾ ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, നല്ല സപ്പോർട്ടീവായിരിക്കും, നല്ല സ്നേഹത്തിൽ പെരുമാറാൻ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിനായിരിക്കും ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദേ കളിക്കാനായിട്ടിരുന്നു. പിന്നെ മതി, ഇപ്പൊ എനിക്കൊന്നും വേണ്ട, അവള് കഴിക്കട്ടെ. കളിക്കുന്നതിനിടയ്ക്ക് ഞാൻ അവർക്ക് പുഡിങ് കൊണ്ടു കൊടുത്തായിരുന്നു. നേഹ ആക്ച്വലി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട്, അപ്പോൾ അത് റൺ ചെയ്തിരുന്ന ആളാണ്, അപ്പോൾ ട്രെയിനറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് എല്ലാവർക്കും വേണ്ടിയിട്ട്, അതുകൊണ്ട് അവൾ ടേസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ച പുഡിങ് ഉണ്ടല്ലോ, എത്ര ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും നിങ്ങൾ സക്സസ് ആയിരിക്കും ആ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങളും കൂടി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള വൈഫിന് വേണ്ടി അടിപൊളി കേട്ടോ. എടാ നല്ലൊരു ടേസ്റ്റ് അടിപൊളിയാണ്. ഇനി വേണോ? ഞാൻ ഓർഡർ ചെയ്യിപ്പിക്കരുത് വൈൻ വേണോ? പക്ഷെ മുന്തിരി കിട്ടണം, ഈ റെഡ് മുന്തിരി കിട്ടണം. ഉറപ്പായിട്ട് താഴെ ഇടും. പീക്കു എന്തായാലും ഇടത്തില്ല, പീക്കു എക്സ്പേർട്ടാണ്. അടിപൊളി, ഇത് ശരത്ത് ഉറപ്പാ. പൊളി പൊളി, എവിടെ വെക്കുന്ന പിക്കുവിനെയും തനുവിനെയും പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള നിലയ്ക്ക് അവർ കളിക്കാനായിട്ടുള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് വരലായിരുന്നു. ഇവർ പിന്നെ കുട്ടികളെ കൂടെ എത്ര നേരം വേണമെങ്കിൽ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കും സന്തോഷമായിരുന്നു. കുട്ടികൾക്ക് ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നൊന്നുമില്ല ഇവരൊക്കെ വന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു കുട്ടികൾ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരു ബോറിംഗ് തോന്നില്ലേ കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ നമ്മളല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, കളിക്കണം എന്നല്ല വിചാരം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഇവരുടെ കൂടെ കളിക്കുന്ന കാരണം കൂടെ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കുറേ മണിക്കൂർ
മണിക്കൂർ നേരത്തെ കളികൾക്ക് ശേഷം ഞങ്ങൾ മേലെ ഗാർഡനൊക്കെ കാണാൻ പോയി. ഇന്ന് വലിയ പൂക്കളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും കുറച്ച് പൂക്കളൊക്കെ അവർക്ക് കാണാൻ പറ്റി കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കലും പിന്നെ കുറച്ച് ചെടിയൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തായിരുന്നു. അവളുടെ കയ്യിൽ കൊള്ളുന്ന അത്ര, അവൾ മതി എന്ന് പറയുന്ന അത്രയും ചെടികൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയി നട്ട് നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സമയമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഇതിനൊക്കെ. ഇങ്ങനത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. എന്നാലും കൊണ്ടുപോയിട്ടുണ്ട്. അവളുടെ കയ്യിലും കുറച്ച് ചെടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെടി കൊടുക്കാൻ തന്നെ കാരണം ഇഷ്ടപ്പെടുന്നവർക്കല്ലേ അതൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ കുറേ നേരത്തെ സമയങ്ങൾക്ക് ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.